ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു ചെമ്മീൻ കിഴി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ കിഴി ബിരിയാണി എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ചെമ്മീൻ ഒന്ന് മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചെമ്മീൻ ഒന്ന് മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ചെമ്മീനെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ബിരിയാണിയിലേക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഉള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് ഞാൻ ഈ ബിരിയാണിയിലേക്ക് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു 1.5 ഉള്ളിയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷമാണ് ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പുളി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തൈര് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 കൈപ്പിടിക്കുള്ള മല്ലിയില പുതിനയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്താൽ ബിരിയാണി മസാല റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ചെമ്മീനും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം കൊണ്ട് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്തിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3-4 കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ 1 ബേ ലീഫ് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഒരു 1/2 കഷ്ണം ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അതിനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ഒന്ന് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൽ വെള്ളമൊക്കെ മാറി അരി ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നൊരു സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ അതുവരെ അരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അരിയുടെ ഇരട്ടി വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 3 ഗ്ലാസ് അരിയിലേക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മസാല തുറന്നു നോക്കിയ സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചെയ്യുന്നത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അരിയൊന്നും തമ്മിൽ ഒട്ടാതെ നല്ല അടിപൊളി നെയ്ച്ചോറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഉള്ളി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കിഴി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാഴയിലയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ നല്ലൊരു വാഴയില കിട്ടിയത് ആകെ കുറേ കീറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം വാഴയില മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അതിൽ കിഴി വെച്ചിട്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ താഴെ ഒരു വലിയൊരു പീസ് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ വാഴയില വെച്ചിട്ടാണ് ഞാൻ ദം ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ബിരിയാണിയുടെ മസാല ഏറ്റവും താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലായിട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ദം ചെയ്യുന്ന പോലെ തന്നെ 2-3 ലെയറായിട്ട് ചോറ്, അതിൻ്റെ ഇടയിൽ കുറച്ച് മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ചേർത്തൊരു 2-3 ലെയറിൽ ദം ചെയ്തെടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു നെയ്യ് തന്നെയാണ് ചേർത്തിട്ടുള്ളത്.
അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എയറൊന്നും പുറത്ത് പോകാത്ത രൂപത്തിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു നൂല് വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത്. വാഴയിലാവുമ്പം അതിൻ്റെ നാര് വെച്ചിട്ട് തന്നെ കെട്ടാം. ഞാനിപ്പോൾ നൂല് വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. അപ്പോൾ ഈ ഒരു പാത്രത്തിന് പകരം നമുക്ക് ചട്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതുപോലെ റെഡിയാക്കിയിട്ട് ചട്ടിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ചട്ടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തത്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയ സമയത്ത് നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കിഴി ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ ബിരിയാണിയുടെ ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ചെമ്മീൻ മാത്രമല്ല ചിക്കനും ബീഫും എല്ലാം ഇതുപോലെ കിഴി ബിരിയാണി ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെമ്മീനാണ് കാണിച്ചതെന്ന് മാത്രം. ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ശരിക്കും വാഴയിലയിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. വാഴയിലയുടെ സ്മെല്ലും അതുപോലെ ചെമ്മീനിങ്ങനെ എന്തായാലും ഈ ഒരു ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇനി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.